നമ്മുടെ അടുത്ത് എത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്ന് പറയാം. നമ്മൾ പണ്ടൊക്കെ പറയാറില്ല, നമ്മൾ ടി വിയിലൂടെയും വീഡിയോസിലൂടെയും കാണുന്നതാണ്, ബംഗാളിലേക്ക് നോക്കൂ, യു പിയിലേക്ക് നോക്കൂ, ഗുജറാത്തിലേക്ക് നോക്കൂ, അങ്ങനെ പല സംസ്ഥാനങ്ങളിലേക്കും നമ്മൾ നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ കേരളത്തിലും കൂടി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതുപോലെ മനുഷ്യന്മാരെ തല്ലി ചതച്ച് കൊല്ലുന്ന ഇതുപോലുള്ള ക്രിമിനൽസ് നമ്മുടെ നാട്ടിലും വന്നു തുടങ്ങി, പ്രബുദ്ധമായ നമ്മുടെ കേരളത്തിലും. എല്ലാവരും നോക്കി കാണുന്ന കേരളത്തിലും വന്നു തുടങ്ങിയെന്നാ പറയാൻ പറ്റുള്ളൂ. ജാതി നോക്കിയും മതം നോക്കിയും അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയൊന്നുമല്ല നമ്മൾ പറയുന്നത് കേട്ടോ. ഒരിക്കലും പണിയെടുക്കാൻ വേണ്ടി വന്ന ഒരു അതിഥി തൊഴിലാളിയെ നീ ഏത് രാജ്യക്കാരനാണ്, അല്ലെങ്കിൽ നീ ഏത് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ നീ ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ച് അടിക്കാനുള്ള അധികാരം ഒരാൾക്കും ഇവിടെ ആരും കൊടുത്തിട്ടില്ല. ഇനി അവൻ കളവ് ചെയ്തു, മോഷണം ചെയ്തു എങ്കിൽ പോലീസ് ഉണ്ട്, നിയമമുണ്ട് നമ്മുടെ നാട്ടിലെല്ലാണ്ട്. ആരാണ് ഇവർക്ക് ഈ അടിച്ചു കൊല്ലാനും അവരെ ചോദ്യം ചെയ്യാനും ഉള്ള അധികാരം കൊടുത്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എന്ത് ബലത്തിലായിരിക്കും അവർ ഇതുപോലെ പ്രതികരിക്കുന്നതെന്ന് വെച്ചോ. നമ്മുടെ നിയമത്തിന്റെ ആ ഒരു ബലം, അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിനോടുള്ള റെസ്പെക്ട്, അല്ലെങ്കിൽ അതിനോടുള്ള ആ ഒരു ഭയം കൊണ്ടാവാം ഇതുപോലെ മനുഷ്യരെ. നമുക്കറിയാവുന്നതാണ് അട്ടപ്പാടി ആ ഒരു മധു എന്ന് പറയുന്ന വ്യക്തിയുടെ കേസിൽ. അതിപ്പോൾ രണ്ടാമതാണ്. ഇനി നാളെ നീ അല്ലെങ്കിൽ ഞാൻ, നമ്മുടെ കുടുംബത്തിലാര് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഇതായിരിക്കാം ഇനി ഒരു അവസ്ഥ. ഇനി ബംഗാളിലേക്കോ ആസാമിലേക്കോ യു പിയിലേക്കോ അവിടെയോ ഇവിടെയൊക്കെ ഒന്നും നോക്കണ്ട, കേരളത്തിലേക്ക് നോക്കിയാൽ മാത്രം മതി നമുക്കും കാണാൻ കഴിയുള്ളൂ ഇതൊക്കെ അവസ്ഥയാണ്. അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ഇതുപോലുള്ള രാഷ്ട്രീയം രാഷ്ട്രീയവും മതവും മാത്രം ഇങ്ങനെ എന്നിട്ട് ഇതിനൊക്കെ എതിരെ പോസ്റ്റും ചെയ്ത് ഇതുപോലെ കണ്ടുകൊണ്ട് കാണുന്ന ആൾക്കാരുണ്ടല്ലോ. ഭയങ്കരമായിട്ട് നമുക്കൊക്കെ നമ്മുടെ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഭയങ്കരമായിട്ട് ദൂഷ്യം ചെയ്യാൻ പോകുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും ഇവരൊക്കെ. ഒരു മതപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നോക്കണം, മനുഷ്യനായിട്ട് ചിന്തിച്ചു നോക്കിയാൽ ഇവരെയൊക്കെ